സെക്ഷൻ 2.2 ടെക്നിക്സ് ഓഫ് ഡിഫറൻസിയേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ആണ് പഠിച്ചിരുന്നത്. ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുലയാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇതായിരുന്നു ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല. അതിന് നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കേസുകളൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്കുകളാണ്. അതിൽ ഫസ്റ്റ് വൺ, ദി കോൺസ്റ്റന്റ് റൂൾ. ഫോർ എനി കോൺസ്റ്റന്റ് സി ഡി ബൈ ഡി എക്സ് ഓഫ് സി, ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. അതായത് ഏത് കോൺസ്റ്റന്റിന്റെയും ഡെറിവേറ്റീവ് 0 ആണ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് 10 കൊടുത്താൽ എന്ത് കിട്ടും? അതും 0 ആയിരിക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് 2 ആണെങ്കിലും അല്ലെങ്കിൽ -2 ആണെങ്കിലും 0 ആയിരിക്കും. അതെങ്ങനെയാ വന്നത്? കാരണം ഇതാണ് എഫ് ഡാഷ് എക്സിന്റെ ഫോർമുല അല്ലെ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 10 ആണ് വിചാരിക്കുക. അപ്പൊ ഈ വാല്യൂ എന്തായി മാറി? ദിസ് ഈസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എടുത്താലും 10 തന്നെയാണ്. കാരണം എഫ് ഓഫ് എക്സ് എപ്പോഴും 10 ആണ്, കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾ എഫ് ഓഫ് 2 കൊടുത്താലും അത് 10 തരുള്ളൂ. എഫ് ഓഫ് y കൊടുത്താലും അത് 10 തരുള്ളൂ. എനി വാല്യൂ അല്ലെ, ഏത് വേരിയബിൾ കൊടുത്താലും എഫ് വാല്യൂ എന്താ? 10 ആണ്. സോ ദിസ് വിൽ ബി 10 മൈനസ് 10. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും 10 ആണ്, എഫ് ഓഫ് എക്സും 10 ആണ്. സോ ദിസ് ഈസ് 10 മൈനസ് 10 ബൈ എച്ച്. 10 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 0. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. ഏത് കോൺസ്റ്റന്റിനെ ഡെറിവേറ്റീവ് എടുത്താലും 0 ആയിരിക്കും കിട്ടുക. Next one is for any real number n d by dx of x raised to n is n x raised to n minus 1. അതായത് x raised to n ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n into x raised to n minus 1 ആണ്. ഫോർ എക്സാമ്പിൾ d by dx of x raised to 9 എന്തായിരിക്കും? This will be, ഇവിടെ n 9 ആണ് അല്ലെ, n is 9 in this formula. So this will be n into x raised to n minus 1. That is 9 into x raised to 9 minus 1, that is 9x raised to 8. അപ്പൊ ഇതും വളരെ എളുപ്പമുള്ള ഒരു ഫോർമുലയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഏത് നമ്പർ കൊടുത്താലും, ഇപ്പൊ എക്സ് റേസ് ടു 80 കൊടുത്താൽ എന്ത് എഴുതിയാൽ മതി? 80 ഇൻറ്റു എക്സ് റേസ് ടു 79. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സിനെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1/2 എന്ന് കൊടുക്കാം. ഇവിടെ n എന്ന് പറയുന്നത് എനി റിയൽ നമ്പർ ആണ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1/2ന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1/2 എന്താ? 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1. ദാറ്റ് ഈസ് 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 മൈനസ് 2/2 അല്ലെ, ദാറ്റ് ഈസ് മൈനസ് 1/2 എക്സ് റേസ് ടു മൈനസ് 1/2. എക്സ് റേസ് ടു മൈനസ് 1/2 എന്ന് പറഞ്ഞത് എന്താ? 1/2 എക്സ് റേസ് ടു 1/2 ഡിനോമിനേറ്ററിൽ വന്നു. ഓർ ദാറ്റ് ഈസ് സെയിം ആസ് 1/2 റൂട്ട് എക്സ്. So derivative of root x is, that is d by dx of root x is 1/2 root x. അപ്പൊ ഈ ഫോർമുല വെച്ച് ചെയ്താലും, ഈ എഫ് ഡാഷ് എക്സിന്റെ ഫോർമുല വെച്ച് ചെയ്താലും നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, 1/2 റൂട്ട് എക്സ് എന്ന്. അപ്പൊ ഏത് എക്സ് റേസ് ടു എൻ പവറിനെ നമുക്ക് ഈ ഫോർമുല എഴുതാം. ഇപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -7. എക്സ് റേസ് ടു -7 എന്ന് പറയുമ്പോൾ ഇവിടെ n -7 ആണ്. സോ ദിസ് വിൽ ബി -7 എക്സ് റേസ് ടു -7 മൈനസ് 1. ദാറ്റ് ഈസ് -7 എക്സ് റേസ് ടു -8. ഓർ ദിസ് ഈസ് സെയിം ആസ് -7 ബൈ എക്സ് റേസ് ടു 8. അപ്പൊ ഈ ഫോർമുലയുള്ള ഏത് ഫംഗ്ഷൻ തന്നാലും നമുക്ക് n എക്സ് റേസ് ടു n മൈനസ് 1 ആയിരിക്കും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, verify the power rule for the function f of x equal to 1/x square. 1/x square എന്ന് പറയുന്നത് x raised to -2 ആണ്. ഇതിനെ നമുക്കറിയാം, പവർ റൂൾ പ്രകാരം ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n x raised to n minus 1 ആണ്. സോ f dash x എന്ന് പറയുന്നത് എന്തായിരിക്കും? f dash x എന്ന് പറയുന്നത് -2 x raised to -2 minus 1. that is -2 x raised to -3 ആയിരിക്കും. ഇതാണ് നമുക്കറിയാം ബൈ പവർ റൂൾ. അത് നമ്മളോട് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. By showing that its derivative is f dash x equal to -2 x raised to -3. അപ്പോൾ വെരിഫൈ ചെയ്യാൻ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോർമുല പ്രകാരം ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഇവിടെ ക്യാപിറ്റൽ എഫ് ആണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ
capital F dash of x equal to limit h tending to 0 capital F of എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ലിമിറ്റ് h tending to 0 f of x plus h ന്റെ വാല്യൂ f of x എന്ന് പറയുന്നത് 1 by x square ആണ്. സോ ദിസ് ഈസ് 1 by x plus h square minus 1 by x square by h. ഇനി അത് സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, ഈ ഒരു ഫോമിൽ കിട്ടും. Now as h tending to 0 limit h tending to 0 കൊടുക്കുന്ന സമയത്ത് h ന്റെ ടേം 0 ആവും. So this will be minus 2x by x square into x plus 0 square. x plus 0 square എന്ന് പറഞ്ഞാൽ x square. So x raised to 4. So this is minus 2x by x raised to 4. That is minus 2 by x cube. That is same as minus 2 x raised to minus 3. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. Next one is constant multiple rule. If c is a constant and f of x is differentiable, then so is c into f of x. And d by dx of c f of x എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ c നെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. So this will be c into d by dx of f of x. For example, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. d by dx of 3x raised to 4 കാണണമെങ്കിൽ നമുക്ക് ഈ റൂൾ പ്രകാരം c നെ ഡെറിവേറ്റീവിന്റെ പുറത്തെടുക്കാം. So this will be 3 into d by dx of x raised to 4. പക്ഷെ x raised to 4 ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 4x ക്യൂബ് ആണ് ബൈ പവർ റൂൾ. സോ ദിസ് വിൽ ബി 3 into 3 into 4x ക്യൂബ്, ദാറ്റ് ഈസ് 12x ക്യൂബ്. അപ്പൊ ഏത് നമ്പർ തന്നാലും അല്ലെ d by dx of നേരത്തെ നമ്മൾ റൂട്ട് എക്സ് ചെയ്തില്ലേ, നമുക്ക് 3 റൂട്ട് എക്സ് തന്നെങ്കിൽ എന്താ ചെയ്യാ? ദിസ് വിൽ ബി 3 into d by dx of root x. ദാറ്റ് വിൽ ബി 3 into root x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടാണ് 1 by 2 root x. So this will be 3 by 2 root x. Okay. അപ്പൊ ഏത് ഫംഗ്ഷനിലും കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവിന്റെ പുറത്തേക്ക് നമുക്ക് കോൺസ്റ്റന്റിനെ ഈസി ആയിട്ട് എടുക്കാം. You can see one more example here. Now next one is the sum rule. Sum rule പറയുന്നത് if f of x and g of x are differentiable, then so is sum of them. That is capital X of x എന്ന് പറയുന്നത് f of x plus g of x എടുത്തു. Then derivative of that sum function, that is x dash of x എന്ന് പറയുന്നത് f dash of x plus g dash of x ആണ്. Or that is same as d by dx of f of x plus g of x is nothing but d by dx of first function plus d by dx of second function. നമ്മൾ ലിമിറ്റ് ചെയ്ത അതേ കൺസെപ്റ്റിനെ ലിമിറ്റ് ഓഫ് എഫ് പ്ലസ് ജി നമ്മൾ എഴുതിയപ്പോൾ ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ജി എഴുതി, അതേപോലെ തന്നെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. For example, if you consider d by dx of x raised to minus 2 plus 7. അപ്പോൾ നമുക്ക് ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ f of x ആയിട്ട് എടുക്കാം, ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ g of x ആയിട്ട് എടുക്കാം. ഫസ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഇങ്ങനെയൊക്കെ എഴുതണത്, പിന്നെ നമുക്ക് ഈ റൂള് ബൈ ഹാർട്ട് ആയിക്കോളും. So this will be d by dx of first function, that is d by dx of x raised to minus 2 plus d by dx of x raised to 7. d by dx of x raised to minus 2 പവർ റൂൾ പ്രകാരം minus 2 x raised to minus 3 ആണ്. Constant derivative 0 ആണ്. So this will give you minus 2 x minus 3. For example, what will be d by dx of this x raised to 5 plus some 4x cube plus 2. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. So this will be d by dx of x raised to 5 plus 4 into കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാം. So this is 4 into d by dx of x cube plus d by dx of a constant. That will give you 5x raised to 4 plus 4 into 3x square plus derivative in the constant is 0. So that is 5x raised to 4 plus 12x square. അപ്പോൾ ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ വന്നാലും നമുക്ക് ഈ റൂൾ പ്രകാരം അല്ലെങ്കിൽ പവർ റൂളിന്റെയും ഈ റൂളിന്റെയും ഹെൽപ്പോട് കൂടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റും. Okay, you have one more example. Differentiate the polynomial y equal to 5x cube minus 4x square plus 12x minus 8. അപ്പോൾ എന്ത് ചെയ്താൽ മതി? dy by dx എന്ന് പറയുന്നത് d by dx of this term ആണ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. That is d by dx of 5x cube. അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ 5നെ പുറത്തെടുക്കാം. ഓക്കെ, കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാം. d by dx of അടുത്ത ടേം minus 4x square, d by dx of 12x minus 8. അപ്പോൾ കോൺസ്റ്റന്റുകളൊക്കെ പുറത്തെടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. You will get this as 15x square minus 8x plus 12. x raised to 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, plus 0. So this will give you 15x square minus 8x plus 12. ഇനിയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആൻഡ് പെർസെന്റേജ് റേറ്റ്സ് ഓഫ് ചേഞ്ച് ആണ്. ദ റിലേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി ക്യാപിറ്റൽ Q of x, അതൊരു ഫംഗ്ഷൻ with respect to x is given by the ratio
ക്യൂ ഡാഷ് ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്. അപ്പൊ റിലേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യൂ ഡാഷ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ആണ്. അതായത് ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് ബൈ ക്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് റേറ്റ് കിട്ടും. ദ കറസ്പോണ്ടിങ് പെർസെന്റേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇതിന്റെ കൂടെ ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് 100 ഇൻറ്റു 100 ആദ്യം ചെയ്തതുള്ളവര് 100 ഇൻറ്റു ക്യൂ ഡാഷ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്. അപ്പൊ റിലേറ്റീവ് ചേഞ്ച് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? റിലേറ്റീവ് ചേഞ്ച് കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് ക്യൂ ഡാഷ് ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് കാണാം. പെർസെന്റേജ് ചേഞ്ച് കാണാൻ പറഞ്ഞെങ്കിൽ ക്യൂ ഡാഷ് ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് കാണാം. അതായത് റിലേറ്റീവ് ചേഞ്ച് കണ്ടതുണ്ടാവും കയ്യിൽ, ഇൻറ്റു ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. One example, the gross domestic product, that is GDP, of a certain country was n of t equal to t square plus 5t plus 106 billion dollars t years after 1998. അപ്പൊ ഇവിടെ n of t എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ q അല്ല, ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ n ആണ്. At what rate was the GDP changing with respect to time in 2008? അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളത് ചോദിച്ചിരിക്കുന്നത് GDP ചേഞ്ച് ചെയ്യേണ്ടതാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ഇവിടെ കഴിഞ്ഞ ഡെഫിനേഷനിൽ നമ്മൾ ക്യൂ ഓഫ് എക്സ് ആണ് പഠിച്ചത് അല്ലെ. അപ്പൊ ക്യൂ ഓഫ് എക്സിൽ വേരിയബിൾ എക്സ് ആയിരുന്നു, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് n ഓഫ് ടി ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഇവിടെ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് was the GDP changing with respect to time in 2008? അപ്പൊ ആദ്യം നമുക്ക് കാണേണ്ടത് n dash of t കാണണം. The rate of change of GDP is the derivative n dash of t. That is n dash of t കാണുമ്പോൾ എന്ത് കിട്ടും? t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t ആണ്, 5t യുടെ ഡെറിവേറ്റീവ് 5 ആണ്, 106 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. So this will be 2t plus 5. The rate of change in 2008 was എന്ത് ചെയ്താൽ മതി? n dash of t. t എത്ര വേരി ചെയ്തിരിക്കുന്നത്? t ഇവിടെ തന്നിരിക്കുന്ന t 1998ലാണ്, ഇപ്പൊ t യുടെ വാല്യൂ 2008 ആണ്. So giving n dash of 10, that is 2 into 10 plus 5, that is $25 billion per year ആണ് the rate GDP changing with respect to time in 2008. And what percentage rate was the GDP changing with respect to time in 2008? അപ്പൊ ഇവിടെ പെർസെന്റേജ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെർസെന്റേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 100 into n dash of 10 by n of 10 ചെയ്താൽ മതി. സോ 100 into 25 by n of 10 കണ്ടുപിടിക്കുക. n of 10 കാണാൻ ഇതിൽ 10 കൊടുത്താൽ മതി. സോ n of 10 will be 10 square plus 5 into 10 plus 106. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 256 എന്ന് കിട്ടും. So this will be 100 into n dash of 10. Already കണ്ടുപിടിച്ചിട്ടുണ്ട് 25 ആണ്. 25 by 256. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ this will be approximately 9.77% per year. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. എക്കണോമിക്സുകാർക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ്. നെക്സ്റ്റ് ഈസ് റെക്റ്റിലിനിയർ മോഷൻ. If the position at time t of an object moving along a straight line is given by the function x of t, then the object has a velocity v of t equal to derivative of this given function, that is s dash t, or that is equal to dx by dt, and acceleration is given as a of t equal to derivative of velocity, that is v dash of t or dv by dt. അപ്പോൾ നമ്മൾ ഇതിന് മുന്നൊരു പ്രോബ്ലം ചെയ്തിരുന്നു. ഒരു ടവറിന്റെ മുകളിൽ നിന്ന് ഒരാള് ബോള് താഴേക്ക് ഡ്രോപ്പ് ചെയ്യണത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവിന്റെ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോയത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വെലോസിറ്റിയുടെ കാര്യം ചെയ്തപ്പോഴും ആക്സിലറേഷൻ നമ്മൾ അവിടെ പറഞ്ഞില്ല, വെലോസിറ്റിയുടെ കാര്യം ചെയ്തപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ ഡെറിവേറ്റീവ് ആണ് കണ്ടത്. ds by dt എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ കണ്ടത്. ഇവിടെയാണ് കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. റെക്റ്റിലിനിയർ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു പൊസിഷൻ വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. എസ് ഓഫ് ടി ആണ് പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പൊ ഒരു കാറ് മൂവ് ചെയ്യുക വിചാരിക്കുക. ഇവിടെ ഒരു കാറ് ഉണ്ട്, ഈ കാറ് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ കാറിന്റെ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ എക്സ് ഓഫ് ടി എസ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ എസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ കാർ ഈ പൊസിഷനിലായിരിക്കും. ടി ഈക്വൽ ടു സപ്പോസ് ദിസ് ഇസ് ടി ഈക്വൽ ടു 0, ദിസ് ഇസ് ടി ഈക്വൽ ടു 1, ദിസ് ഇസ് ടി ഈക്വൽ ടു 2. അപ്പൊ ഇതാണ് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുക. ഇത് ചിലപ്പോൾ 10 meters ആയിരിക്കും. ഇത് അഗെയിൻ ഒരു 50 meters ആണെങ്കിൽ
എസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ കാറിന്റെ പൊസിഷൻ ഒറിജിനൽ ആണ്. എസ് ഓഫ് 1 എന്ന് പറയുമ്പോൾ അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു 1, ദാറ്റ് ഈസ് എസ് ഓഫ് 1, അതായത് കാർ ട്രാവൽ ചെയ്ത് 10 മീറ്റർ പോയിട്ടുണ്ടാവും. സിമിലർലി ഇത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോവാണ് കാർ. അപ്പൊ ഇതെങ്ങനെ വരാം? തിരിച്ചും വരാം അല്ലെ. സപ്പോസ് ഒരു കാറ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഫ്രണ്ട് പോയി, എന്നിട്ട് അത് റിവേഴ്സിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറച്ച് ദൂരം വന്നു, തിരിച്ചും പിന്നെ ഫ്രണ്ടിലേക്ക് തന്നെ പോയി. ലീനിയർ മോഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും കിടക്കുക. ഇങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല, ജസ്റ്റ് ഈ ഒരു ഫോമിലായിരിക്കും കിടക്കുക. ഒരാളൊരു സ്റ്റോണ് മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോണ് ഇങ്ങനെയും മുകളിൽ പോയിട്ട് അങ്ങനെ പോവില്ലല്ലോ, മുകളിലേക്ക് പോവില്ല, അത് ഏതെങ്കിലും ഒരു പോയിന്റ് നിന്ന് അല്ലെ തിരിച്ച് വന്ന് ഗ്രൗണ്ടിൽ തന്നെ വീഴും. അപ്പൊ ഇത് നമുക്ക് ഇതൊക്കെ ഒരേ ഫോമിൽ കിടക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് the object is advancing when velocity is greater than 0. വെലോസിറ്റി കൂടുമ്പോഴാണ് ഇത് അഡ്വാൻസ് ചെയ്യണത്. അപ്പൊ ഇവിടെയൊക്കെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് അഡ്വാൻസിങ്. വെലോസിറ്റി നെഗറ്റീവ് ആവുമ്പോൾ ദിസ് ഈസ് റിട്രീറ്റിംഗ്, ദാറ്റ് ഈസ് തിരിച്ചുള്ള ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇവിടുന്ന് സ്റ്റോൺ മുകളിലേക്ക് എറിയുകയാണെങ്കിൽ ഇത് വെലോസിറ്റി വി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. വി ഓഫ് ടി ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ വി ഓഫ് ടി എന്തായിരിക്കും? വെലോസിറ്റി ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പൊ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഏതോ ഒരു പോയിന്റിൽ അത് സ്റ്റേഷനറി ആണ്. ഇങ്ങനത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് സ്റ്റേഷനറി പോയിന്റ് എന്നാണ്. അവിടെ നമ്മുടെ വി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് വെലോസിറ്റി 0 ആ ഒരു പോയിന്റിൽ 0 ആയതിനു ശേഷം വെലോസിറ്റി എന്ത് ചെയ്യും? തിരിച്ച് താഴത്തേക്ക് വരും. സോ സ്റ്റേഷനറി വെൻ വി ഓഫ് ടി ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ് വെൻ എ ഓഫ് ടി ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, കാറ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Deaccelerating means what? Acceleration is less than 0. സോ ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇത് അഡ്വാൻസ് ചെയ്യാണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് റിട്രീറ്റിംഗ് ആണ്, തിരിച്ചുള്ള ഡയറക്ഷൻ ആണ്. സോ ദിസ് ഈസ് റിട്രീറ്റിംഗ് ആൻഡ് അഗൈൻ ദിസ് പോയിന്റ് ഈസ് സ്റ്റേഷനറി ആൻഡ് അഗൈൻ ഹിയർ ഇറ്റ് ഈസ് അഡ്വാൻസിങ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്ന ഒരു മോഷന്റെ ഒരു കർവിന്റെ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം നമ്മളോട് വരച്ചത്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ദ പൊസിഷൻ അറ്റ് ടൈം ടി ഓഫ് എൻ ഒബ്ജെക്ട് മൂവിംഗ് അലോങ് എ ലൈൻ ഈസ് ഗിവൺ ബൈ എസ് ഓഫ് ടി ഈക്വൽ ടു ദിസ്. ഒരു കാറോ അല്ലെങ്കിൽ ഒരു ആളോ എന്തോ ഒരു സാധനം ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ ഒരു ലൈനിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവിംഗ് അലോങ് എ ലൈൻ. അതിന്റെ മൂവ്മെന്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട് എസ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇവിടെ എസ് ഓഫ് ടി തന്നിട്ടുണ്ട്. എസ് ഓഫ് ടി ഇസ് ഗിവൺ ആസ് ടി ക്യൂബ് മൈനസ് 6t സ്ക്വയർ പ്ലസ് 9t പ്ലസ് 5. ഇതാണ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. അപ്പൊ ടി ഈക്വൽ ടു 0 കൊടുത്താൽ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ടി ഈക്വൽ ടു 2 കൊടുത്താൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഏതാ വാല്യൂ കിട്ടുന്ന വെച്ചാൽ അവിടെ കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ ഇവിടെ ഇരിക്കാം, ചിലപ്പോൾ ഇത് നെഗറ്റീവ് ആ കിട്ടണമെങ്കിൽ ഈ സൈഡിലേക്കും വരാം അല്ലെ, ലെഫ്റ്റ് സൈഡിലേക്കും വരാം. അപ്പൊ ഇതാണ് പൊസിഷൻ തന്നിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജെക്ട് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് മോഷൻ ബിറ്റ്വീൻ ടി ഈക്വൽ ടു 0 ആൻഡ് ടി ഈക്വൽ ടു 4. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തന്നിരിക്കുന്ന പൊസിഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. സോ വി ഓഫ് ടി ഇസ് നത്തിങ് ബട്ട് ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് എന്താ കിട്ടുക? എസ് ഡാഷ് ഓഫ് ടി അല്ലെ. എസ് ഡാഷ് ഓഫ് ടി വിൽ ബി 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 9. അതാണ് തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് വി ഓഫ് ടി. ഇനി നമുക്ക് ടി ഈക്വൽ ടു 0ക്കും ടി ഈക്വൽ ടു 4നും ഇടയിലുള്ള അതിന്റെ മോഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണത്, എവിടെയാണ് വെലോസിറ്റി ലെസ് ദാൻ 0 ആണ്, അതേപോലെ സ്റ്റേഷനറി പോയിന്റ് ഏതാണ്, അതായത് വെലോസിറ്റി 0 ആണത് എവിടെയാണ്. സോ ഫസ്റ്റ് വി വിൽ ഇക്വേറ്റ് വെലോസിറ്റി ടു 0 ടു ഫൈൻഡ് ദി സ്റ്റേഷനറി പോയിന്റ്. സ്റ്റേഷനറി പോയിന്റ് കാണാൻ വി ഓഫ് ടി 0 ആണത് എവിടെ നോക്കാം. ദാറ്റ് ഈസ് 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 9 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. 3 into t minus 1 into t minus 3 equal to 0. That is 3 ഒരിക്കലും 0 ആവില്ല. അപ്പൊ t minus 1 into t minus 3 ആണ് 0. That is t equal to 1 and t equal to 3. ഈ രണ്ട് പോയിന്റിലാണ് ഈ പാർട്ടിക്കിള് മൂവിംഗ് ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആവുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് t equal to 0 to t equal to 4 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന പോയിന്റ് ആണ് 1ഉം 3ഉം. അപ്പൊ നമുക്ക് ആദ്യം 0 മുതൽ 1 വരെ എന്താ സംഭവിക്കാൻ നോക്കാം. 1 മുതൽ 3 വരെ എന്താ സംഭവിക്കാൻ നോക്കാം. 3 മുതൽ
4 വരെ എന്താ സംഭവിക്കാൻ നോക്കാം. സോ ഫസ്റ്റ് വൺ ഈ 0 ലെസ് ദാൻ t ലെസ് ദാൻ 1 ഫസ്റ്റ് ഇന്റർവെൽ നമ്മൾ അത് എടുത്തു. അവിടെ v ഓഫ് ടിയുടെ സൈൻ എന്താ നോക്കാം. അപ്പൊ v ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 3 into t minus 1 into t minus 3 ആണ്. 0 ലെസ് ദാൻ t ലെസ് ദാൻ 1 ഈ വാല്യൂ എന്താ വരിക? ദിസ് ഈസ് 3 into അല്ലെ 3 into 0ക്കും 1നും ഇടയിലുള്ള ഒരു പോയിന്റ് കൊടുത്താൽ t minus 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം tക്ക് എനിക്ക് 1ന് മുകളിൽ കൊടുക്കാൻ പറ്റില്ല. t ഈസ് ഇൻ ബിറ്റ്വീൻ 0 1. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിന്റെ ഇടയിലത്തെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. 0.5 കൊടുത്തു നോക്കാം. അപ്പൊ 0.5 കൊടുക്കുമ്പോൾ എന്താ വരിക? 0.5 minus 1. സോ ദിസ് ഈസ് നെഗറ്റീവ്. സോ 3 into നെഗറ്റീവ് നമ്പർ into again t is less than 1. t is less than 1 എന്ന് പറയുമ്പോൾ again ഇവിടെ എന്ത് വരും? 0.5 minus 3. 0.5 കൊടുക്കണം എന്നല്ല പറയണത്, ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കുക. ആ സൈൻ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നെഗറ്റീവ് ആണ്. സോ ദിസ് ഈസ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പോസിറ്റീവ് ആണ്. സോ 3 into പോസിറ്റീവ് again is a positive number. So v of t is positive. That means it advances from this time 0 t equal to 0 to t equal to 1. t equal to 0 എന്ന് പറഞ്ഞാൽ s of 0 അല്ലെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് s of 0 ആണ്. s of 0 എന്ന് പറയുമ്പോൾ tക്ക് 0 കൊടുത്ത് എന്ത് കിട്ടും? 5. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് 5 ആണ്. ആൻഡ് s of 1 വരെയുള്ള അഡ്വാൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. tക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇതിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 minus 6 plus 9 plus 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 9. സോ ഇറ്റ് അഡ്വാൻസസ് ഫ്രം 5 to 9. 5 എന്ന് പറഞ്ഞ പൊസിഷൻ 9 എന്ന് പറഞ്ഞ പൊസിഷൻ. ഇപ്പൊ സ്ട്രൈറ്റ് ലൈൻ തന്നെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഒറിജിൻ, ഇവിടെ എവിടെയാണ് 5, ഇവിടെയാണ് 9. അപ്പൊ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോയി 9 വരെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ? അടുത്ത ടൈം ഇന്റർവെല്ലില് 1 to 3 ആണ്. സോ 1 to 3 again 1 to 3 എന്ന് പറയുമ്പോൾ 1നും 3ക്കും ഇടയിലുള്ള ഒരു പോയിന്റ് കൊടുക്കുക. ഞാൻ 2 കൊടുത്തു നോക്കാണ്. സോ ദിസ് ഈസ് 2 minus 1. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ 3 into പോസിറ്റീവ് into 2 minus 3 is negative അല്ലെ. So this is negative. So product of positive and negative will give you negative. So in that time interval this retreats. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് 1 മുതൽ 3 വരെ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇതാണ് s of 0 എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് 5 to 9 വരെ ദാറ്റ് ഈസ് s of 1. ഇത് പോസിറ്റീവ് ആണ്. s of 1 എന്ന് പറഞ്ഞ പോയിന്റ് സ്റ്റേഷനറി ആണ്. അപ്പൊ അവിടുന്ന് പിന്നെ തിരിച്ചു അല്ലെ, തിരിച്ചിട്ട് ഏത് വരെയാണ്? s of 3 വരെ. s of 3 വരെ അയാൾ റിവേഴ്സ് ചെയ്യാണ്. സോ ദിസ് ഈസ് ദി പോയിന്റ് s of 3. s of 3 വരെ അയാൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഇനി 3 to 4. 3 to 4 I can give a number between 3 and 4. So this one will be positive. 3 minus 3.5 minus 1. And this is also positive. 3.5 minus 3, 4. So this will give you 3 into positive number into a positive number. അപ്പോൾ ഇവിടെയും പോസിറ്റീവ് ആണ്. സോ s of 3 മുതൽ s of 4 വരെ അയാൾ അഡ്വാൻസ് ചെയ്യാണ്. അപ്പൊ ഇതാണ് ഈ മോഷന്റെ അവസ്ഥ. 0 മുതൽ 1 വരെയുള്ള ടൈം ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ അഡ്വാൻസ് വെലോസിറ്റി അഡ്വാൻസ് ചെയ്യാണ്. 1 to 3 റിട്രീറ്റ് ചെയ്യാണ്. അഗൈൻ 3 to 4 വെലോസിറ്റി അഡ്വാൻസ് ചെയ്യാണ്. Now what is the B question? Find the total distance traveled by the object between this time frame t equal to 0 to t equal to 4. അപ്പൊ നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലും എന്തറിയാം? ഫസ്റ്റത്തെ ടൈം ഇന്റർവെൽ എന്താ? 0 to 1. 0 to 1 5 to 9 ആണ് ട്രാവൽ ചെയ്തത്. സോ ദിസ് ഈസ് ഡിസ്റ്റൻസ്. ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മോഡുലസ് ഓഫ് ഡിസ്റ്റൻസ്. പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇത് പോസിറ്റീവ് ഡിസ്റ്റൻസ് കിട്ടും, ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് നെഗറ്റീവ് ആണ് വരിക. പക്ഷെ ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അതുകൊണ്ട് നമ്മൾ മോഡുലസ് യൂസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഫസ്റ്റ് വൺ ഈസ് മോഡ് ഓഫ് 9 minus 5 പ്ലസ് രണ്ടാമത്തെ s of 3 മുതൽ രണ്ടാമത്തെ s of 1 മുതൽ s of 3 വരെയാണ്. s of 1 9 ആണ്, s of 3 നമ്മൾ കണ്ടില്ല, ആ 3 കൊടുത്താൽ മതി. So you will get s of 3 as 5. So this one will give you 5 minus 9 plus last one is s of 3 to s of 4. That is 5 minus s of 4 calculate here. So simplifying this you will get this as 12. So ഇതാണ് ഫസ്റ്റ് ടൈം ഫ്രെയിമിലുള്ള ഡിസ്റ്റൻസ് ട്രാവൽ. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ t ലെസ് ദാൻ 1 ഇത് 1 ലെസ് ദാൻ t ലെസ് ദാൻ 3 ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇൻ 3 ലെസ് ദാൻ t less than 4. So this is the total distance traveled by this object. And our final question is find the acceleration of the object and determine when the object is accelerating, deaccelerating between the same time frame. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം v of t ന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. ദാറ്റ് ഈസ് a of t equal to dv by dt
പക്ഷെ നമുക്ക് വി ഓഫ് ടി എന്താ കിട്ടിയിരുന്നത്? വി ഓഫ് ടി നമുക്ക് 3t² minus 12t plus 9 ആണ്. സോ ആക്സലറേഷൻ വിൽ ബി ഡെറിവേറ്റീവ് ഓഫ് ദിസ്, ദാറ്റ് ഈസ് 6t minus 12, or we can write it as 6 into t minus 2. അപ്പൊ ആക്സലറേഷൻ പോസിറ്റീവ് ആവുന്നത് എവിടെയായിരിക്കും? ആക്സലറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 0. ആക്സലറേഷൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ 6 into t minus 2 പോസിറ്റീവ് ആണ്. അപ്പൊ 6 എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പൊ t minus 2 പോസിറ്റീവ് ആണ്. t minus 2 പോസിറ്റീവ് ആവുന്നത് എവിടെ? t 2 വലുത് വരുമ്പോ അല്ലെ? t 2 ചെറുതാണെങ്കിലോ 1 ഒക്കെ ആണെങ്കിലോ അത് നെഗറ്റീവ് ആണ്. സോ ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 2 അല്ലെ? 2.1 സംതിങ് ലൈക്ക് ദാറ്റ്. So a of t is greater than 0 when 2 less than t less than 4, and a of t is less than 0 ആണെന്ന് എവിടെ? t 2 ചെറുതാവുമ്പോൾ in 0 less than t less than 2. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. Now the motion of a projectile. നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ അല്ലെ, ജാവലിൻ ത്രോ ഒക്കെ അറിയേണ്ട ഒരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. അപ്പൊ പ്രൊജക്ടൈൽ മോഷന്റെ ഫോർമുല അല്ലെങ്കിൽ ആ എസ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇവിടെ എച്ച് ഓഫ് ടി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഈസ് ഗിവൺ ബൈ ദി ഫോർമുല എച്ച് ഓഫ് ടി ഈക്വൽ ടു -12 plus v0t plus h0. അതിൽ ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് അറിയാം 9.8 meter per second square ആണ്. അതിനെ ഫീറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 32 feet per second square ആണ്. v0 എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി ആണ്. h0 എന്ന് പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് ഹൈറ്റ് ആണ്. കാരണം ചിലപ്പോൾ ഒരാള് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്നിട്ടായിരിക്കും എന്ത് അറിയണത്? ഒരു പ്രൊജക്ടൈൽഡ് മോഷൻ അറിയണത്. അപ്പൊ ഇവിടുന്ന് ഒരു ബോളിനെ താഴത്തേക്ക് ഇട്ടുണ്ടെച്ചാൽ അത് എന്തായാലും ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യും അല്ലെ? അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഹൈറ്റിനെയാണ് നമ്മൾ h0 എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ബോളിന്റെ ഹൈറ്റിനെയാണ് h0 എന്ന് വിളിക്കുന്നത്. v0 എന്ന് പറയുന്നത് ഇവിടുന്ന് എറിയണ ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് v ഓഫ് ടി. ആൻഡ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദിസ് വിൽ കം ഡൗൺ ടു ദി എർത്ത് അല്ലെ? കാരണം എന്തായാലും അങ്ങനെ പോകാൻ പറ്റില്ല, ഇയാൾക്ക് ഒരിക്കലും ഇങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. ഇറ്റ് വിൽ കം ഡൗൺ സംവർ അല്ലെ? അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ കുറച്ചും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആവും. സപ്പോസ് എ പേഴ്സൺ സ്റ്റാൻഡിങ് അറ്റ് എ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 112 feet ഹൈ, 112 feet ഹൈ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഇയാൾ നിൽക്കുന്നത്. ത്രോസ് എ ബോൾ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് 96 feet per second. 96 feet per second ഇയാള് ബോളിനെ വെർട്ടിക്കലി മുകളിലേക്ക് എറിയുകയാണ്. സോ ഇങ്ങനെയാണ് ഇയാൾ ബോളിനെ എറിയുന്നത്. അപ്പൊ എന്തായാലും ഈ ബോൾ പോയിട്ട് ഒരു പോയിന്റിൽ ഇത് സ്റ്റേഷനറി ആകണം അല്ലെ? സ്റ്റേഷനറി ആയിട്ട് ഇത് തിരിച്ച് താഴത്തേക്ക് തന്നെ വന്നിട്ട് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. എച്ച് ഓഫ് 0 സ്റ്റാർട്ടിംഗ് പൊസിഷൻ 112 feet ആണ്. സ്റ്റാർട്ടിംഗ് വെലോസിറ്റി v ഓഫ് 0 എന്ന് പറഞ്ഞാൽ 96 ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ബോൾസ് ഹൈറ്റ് ആൻഡ് വെലോസിറ്റി അറ്റ് ടൈം ടി. ഏത് ടൈം എടുത്താലും ബോളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അതായത് t = 0 ഇത് സംഭവിക്കുന്നത് അല്ലെ? t = 0 ഇയാൾ ബോളായിട്ട് നിൽക്കുന്നത്. t = 1 ഈ ബോൾ ഇങ്ങനെ മൂവ് ചെയ്യണു, t = 2 മൂവ് ചെയ്യണു, t = 3 മൂവ് ചെയ്യണു. ഏതോ ഒരു t = അല്ലെ, ഒരു t = t0 എന്ന് പറയുന്ന ടൈം ഫ്രെയിമിലാണ് ഇത് ബോളിൽ ഹിറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഇത് ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഹൈറ്റ് ഉണ്ട് അല്ലെ? t0 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? ഈ 112 കിട്ടണം. t = 1 എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ കിട്ടണം, എക്സെട്ര. ഈ പോയിന്റിലെ ഹൈറ്റ് എന്താണ്? ഇവിടുത്തെ എച്ച് ഓഫ് t0 എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 112 ആണ്. അതേപോലെ ഫിനിഷിംഗ് ടൈമിൽ ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈറ്റ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിലെ ഹൈറ്റ് കാണാനുള്ള ഫംഗ്ഷൻ ഉണ്ട്, എച്ച് ഓഫ് ടി നമുക്കറിയാം. എച്ച് ഓഫ് ടി ഈസ് ഗിവൺ ആസ് വാട്ട്? എച്ച് ഓഫ് ടി ഈസ് -1/2 gt². അപ്പൊ g എന്ന് പറയുന്നത് ഇവിടെ 32 ആണ്. സോ ദിസ് ഈസ് 32 into t². t² അങ്ങനെ തന്നെ വെച്ചു. പ്ലസ് v0 എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞു 96 ആണ് ഇനീഷ്യൽ വെലോസിറ്റി. into t v0t plus h0 initial height, that is 112. So this simplify എന്ത് കിട്ടും? This is -16t² plus 96t plus 112. This is the height of the ball at any time t. ഇനി വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി?
പൊസിഷൻ ഫംഗ്ഷൻ കിട്ടിയില്ല. അപ്പൊ ഇനി വി ഓഫ് ടി കാണണമെങ്കിൽ അതിനെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഡെറിവേറ്റീവ് ഓഫ് എച്ച് ഓഫ് ടി ദാറ്റ് ഇസ് എച്ച് ഡാഷ് ഓഫ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു -32t പ്ലസ് 96 ന്റെ ഡെറിവേറ്റീവ് 96 പ്ലസ് 112 ന്റെ ഡെറിവേറ്റീവ് 0. സോ ദിസ് ഈസ് വെലോസിറ്റി അറ്റ് എനി ടൈം ടി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് when does the ball hit the ground and what is its impact velocity? ഏത് വെലോസിറ്റിയിലാണ് ഈ ബോള് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യണത്, ഏത് ടൈമിലാണ് അത് ഹിറ്റ് ചെയ്യുന്നത്, ഇത് രണ്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റ് 0 ആണ്. ഓക്കെ, സോ ഹൈറ്റ് 0 കൊടുത്താൽ മതി. നമ്മൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. So putting h equal to 0 in equation 1, you will get this as 0 equal to -16t square plus 96t plus 112. That is minus കൊണ്ട് multiply ചെയ്യാം. That is 16t square minus 96t minus 112 equal to 0. അപ്പൊ ഇതിനെ നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 16t square by 16 will give you t square minus 96 by 16 ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. So this is 6t minus 112 by 16 ചെയ്താൽ നമുക്ക് 7 എന്ന് കിട്ടും. So this is 7. So this is a quadratic equation and it can be factorized as sum എന്ന് പറയുന്നത് -6 ആയിരിക്കണം. So this will be and product എന്ന് പറയുന്നത് -7 ആയിരിക്കണം. So this will be t minus 7 into t plus 1. അപ്പൊ സം എന്താ -7 plus 1 എന്ന് പറഞ്ഞാൽ -6 ആണ്. പ്രൊഡക്റ്റ് -7 into 1 എന്ന് പറഞ്ഞാൽ -7 ആണ്. So this will give you t equal to -1 and t equal to 7. അപ്പൊ t equal to -1 ഒരിക്കലും എടുക്കാൻ പറ്റില്ല, കാരണം t equal to 0 ടൈം 0ലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ t equal to 7ലാണ് ബോൾ വന്നിട്ട് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യണത്. ഇനി അവിടുത്തെ വെലോസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വി ഓഫ് ടി നമുക്കറിയാം. വി ഓഫ് ടി ഇതാണ്. വി ഓഫ് 7 കണ്ടാൽ മതി. അപ്പൊ ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യണ വെലോസിറ്റി കിട്ടും. So this will be -32 into 7 plus 96. That will give you -128 feet per second square. അപ്പോൾ ഈ ബോള് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യണത് t equal to 7 ആവുമ്പോഴാണ്. So h of 7 ആണ് 0 and that impact velocity വന്ന് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യണ വെലോസിറ്റി എന്ന് പറയുന്നത് -28 ആണ്. നമുക്കറിയാം പോസിറ്റീവ് ആകുമ്പോഴാണ് ഇവിടേക്ക് മുകളിലേക്ക് പോകുന്നത്, ആക്സിലറേറ്റ് ചെയ്യണത്. തിരിച്ച് നെഗറ്റീവ് ആകുമ്പോഴാണ് എന്ത് ബോൾ താഴേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അറിയണ കാര്യം തന്നെയാണ് വി ആർ എക്സ്പെക്ടഡ് ടു ഗെറ്റ് എ നെഗറ്റീവ് വെലോസിറ്റി അല്ലെ വെൻ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. ഇനി അപ്പൊ ബി പാർട്ട് ആയി. ഇനി സി പാർട്ടിൽ പറഞ്ഞത് when is the velocity is 0, what is the significance of this time? വെലോസിറ്റി 0 ആണെങ്കിൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വി ഓഫ് ടിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. വി ഓഫ് ടി 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് ആസ് -32t plus 96 equal to 0. That is 32t equal to 96 or t equal to 96 by 32. That is 3. So t 3 ആവുമ്പോഴാണ് വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ പോയിന്റിനെ സ്റ്റേഷനറി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോള് മുകളിലേക്ക് പോയി ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു പോയിന്റിൽ സ്റ്റേഷനറി ആവും. അപ്പൊ ഈ പോയിന്റ് ആണ് നമുക്ക് ഈ പോയിന്റിൽ ടി എന്തായിരിക്കും? 3 ആയിരിക്കും. സോ ദാറ്റ് വെലോസിറ്റി വി ഓഫ് 3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി അതായിരിക്കും മാക്സിമം ഹൈറ്റ് അല്ലെ? ശരിയല്ലേ? കാരണം എന്താ? ഇനി ടി നെഗറ്റീവ് ആകുമ്പോഴാണ്, നെഗറ്റീവ് ആകുമ്പോൾ ഡയറക്ഷൻ മാറി താഴേക്കാണ് വരുന്നത്. അപ്പൊ ഈ സ്റ്റേഷനറി പോയിന്റിലായിരിക്കും മാക്സിമം ഹൈറ്റ്. അതും വേണമെങ്കിൽ നമുക്ക് കാണാം. ദാറ്റ് ഈസ് h of 3. അപ്പൊ ഇതിൽ ഈ ഫംഗ്ഷനിൽ ടിക്ക് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് ആസ് 256. സോ 256 ഈസ് ദി മാക്സിമം ഹൈറ്റ് ഓഫ് ദി ബോൾ. സോ ദാറ്റ് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ടൈം. ആ ഒരു ടൈമിലാണ് ബോൾ മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്യുന്നത്. Now last question, how far does the ball traveling during this flight? ബോൾ എത്ര ദൂരം മൊത്തം ട്രാവൽ ചെയ്തു? അപ്പൊ രണ്ടായിട്ട് എടുക്കേണ്ടി വരും. 0 നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ടൈം ഫ്രെയിമിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 മുതൽ 3 വരെ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, 3 മുതൽ 7 വരെ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പൊ ഈ ഡിസ്റ്റൻസ് കാണാം. ദിസ് ഈസ് ഫസ്റ്റ് ഡിസ്റ്റൻസ്, ദിസ് ഈസ് സെക്കൻഡ് ഡിസ്റ്റൻസ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഒന്നിച്ചിട്ട് 0 മുതൽ 7 വരെ ഇക്വേഷൻ ചെയ്യരുത്, കാരണം ഈ ഡയറക്ഷനും സബ്ട്രാക്ട് ആയിട്ട് പോവും. അപ്പോൾ നമുക്ക് ഇത്രയേ കിട്ടുള്ളൂ, കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഫൈനൽ പ്രോബ്ലം നോക്കാം. ദാറ്റ് ഈസ് ബോള് സ്റ്റാർട്ട് ചെയ്യണത് h of 0 equal to 112 feet എന്ന് പറയുന്ന ഹൈറ്റിലാണ്. അത് മാക്സിമം ആവുന്നത് h of 3 equal to 256 ആണ്. സോ ദിസ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ദിസ് ഈസ് ദി ഹൈയസ്റ്റ് പോയിന്റ്. ദിസ് ഈസ് h of 0 ആൻഡ് ദിസ് ഈസ് h of 3. അപ്പൊ ആ ഡിസ്റ്റൻസ് എത്രയാണ്? ആ ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് 256 മൈനസ് 112 പ്ലസ് അടുത്തത് ഇത് മുതൽ h of 3 ഈ ഹൈറ്റ് ആണ്, h of 7 ഇത് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നത്. h of 7 എന്ന് പറയുമ്പോൾ 0. സോ ദിസ് വൺ വിൽ ബി മോഡുലസ് ഓഫ് 0 മൈനസ് 256. സോ ദാറ്റ് വിൽ ഗീവ് യു 400. സോ 400 feet is the total distance traveled during this flight. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്.